നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് സേതുവിനോട് സത്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരുങ്ങുവാണ് പല്ലവിയും മയൂരിയും കൂടെ. അപ്പൊ മയൂരിയുടെ മനസ്സിൽ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് തടച്ചു മറിയാണ്. വെറുതെ ഒന്നുമല്ല തന്റെ അമ്മ അങ്ങനെ പറഞ്ഞത്. ഉറപ്പായിട്ട് സേതുവേട്ടൻ എന്താണെങ്കിലും തന്റെ കല്യാണം മുടക്കാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്തു കാണും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയത്തില്ലോ. അത് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ടാണ് മയൂരി ആ വീട്ടിലേക്ക് വന്നത് പോലും. അങ്ങനെ സേതു ചായ എടുക്കാൻ പോകാൻ തുടങ്ങുമ്പോ മയൂരി പറഞ്ഞു, സേതുവേട്ടാ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതു ചോദിച്ചു, എന്താ മോളെ, നിനക്ക് എന്താ അറിയാനുള്ളതെന്ന് ചോദിച്ചു. ആ സമയം പല്ലവി പറഞ്ഞു, അത് പിന്നെ സേതുവേട്ട, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അത് സത്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേങ്കില് അത് സേതുവേട്ടന്റെ നാവിൽ നിന്ന് തന്നെ മയൂരിക്ക് കേൾക്കണം. അതുകൊണ്ടാ മയൂരി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. ആ സമയം സേതു ചോദിച്ചു, എന്ത് കാര്യങ്ങള്, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ അറിയണ്ടേന്ന് ചോദിച്ചു. അപ്പോഴാണ് മയൂരി ആ കാര്യം പറയണേ. അതെ, സത്യം പറ, എന്റെ അമ്മയുടെയൊക്കെ ജീവിതം തല്ലിക്കെടുത്തിയത് സേതുവേട്ടനല്ലേന്ന് ചോദിക്കുകയാണ്. ഞാനോ? നീ എന്തൊക്കെയാ മോളെ പറയണേ? ഇതേ പല്ലവി, ഇവളെന്താ പറയണേ? അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, മയൂരിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ലക്ഷ്മിയമ്മയാണ് മയൂരിയുടെ ആ കാര്യങ്ങളൊക്കെ പറയണേ. മയൂരിയുടെ വിവാഹം മുടക്കിയത് സേതുവേട്ടനാണ്. ശ്രീകാന്തിനെ വഴി തടഞ്ഞു നിർത്തിയിട്ട് ലക്ഷ്മിയമ്മയുടെ സേതുവേട്ടന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാധവമേനന്റെ മകനാണ് സേതുവേട്ടനെന്നും പുന്നുമടത്തിലെ ഹാദി ഭാര്യയാണ് ലക്ഷ്മിയമ്മ എന്നുള്ള കാര്യങ്ങളൊക്കെ സേതുവേട്ടനാ പറഞ്ഞത് എന്നൊക്കെ. ഞാനോ? ഞാൻ അങ്ങനെ പറഞ്ഞത് നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മയൂരി പറഞ്ഞു, സേതുവേട്ടൻ എന്നോട് തർക്കിക്കണ്ട, എന്റെ അച്ഛനാ അത് പറഞ്ഞേ, ഒരിക്കലും കള്ളത്തരം പറയില്ല എന്ന് പറയാണ് എന്റെ അച്ഛൻ. അത് കേട്ടപ്പം സേതു പറഞ്ഞു, ഇതേ വെറുതെ അനാവശ്യം പറയരുത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്കെന്താ ഭ്രാന്തുണ്ടോ? അല്ലെങ്കിലും നിന്റെ അമ്മയുടെ ജീവിതം തകർത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അമ്മയുടെ ജീവിതം തകർക്കാനായിരുന്നെങ്കിൽ എനിക്ക് എന്നേ ആവായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട്? ഇല്ല. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അത് എനിക്കറിയാം സേതുവേട്ടാ, പക്ഷേങ്കില് മയൂരിക്ക് അത് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയം പൂർണ്ണം പറഞ്ഞു, മോളെ മയൂരി, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു വിട്ടിരിക്കുക. ഒന്നെങ്കിൽ ലക്ഷ്മി ആരോ തെറ്റിദ്ധരിപ്പിച്ചു, അല്ലാതെ ഇതിനകത്ത് സത്യാവസ്ഥ ഒന്നുമില്ല. എനിക്കറിയാവുന്ന എന്റെ സേതു ഇത് ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ മയൂരി പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയണ്ട, എന്റെ പപ്പ എന്തിനാ എന്നോട് കള്ളത്തരം പറയണേ? എന്നോടല്ല, എന്റെ അമ്മയോടും കൂടെ ഇത് പറഞ്ഞത്. അമ്മ പിന്നീട് എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ, നിന്റെ പപ്പയെ വിളിക്കുക, കാര്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറയണം. അന്ന് ഇപ്പൊ ഞാൻ വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് മയൂരി വേണുഗോപാലിനെ വിളിക്കുകയാണ്. വേണുഗോപാലിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സേതു പറഞ്ഞ് ലൗഡ് സ്പീക്കർ ഇടാൻ പറഞ്ഞു ഫോണ്. അങ്ങനെ ലൗഡ് സ്പീക്കറിൽ ഇടുകയാണ് ഫോണ്. ആ സമയത്ത് മയൂരി ചോദിച്ചു, പപ്പ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയണം. ഞാൻ അമ്മയിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞു, എന്റെ കല്യാണം മുടക്കിയത് പൊന്നുമടത്തിലെ സേതുമാധവനാണോന്ന് എനിക്കത് അറിയണം. എന്റെ ഏട്ടനാണോ എന്റെ കല്യാണം മുടക്കിയെന്ന്. അത് കേട്ടപ്പം വേണുഗോപാൽ പറഞ്ഞു, നിനക്ക് എന്താ സംശയം? നിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% സത്യമാണ്. നിന്റെ കല്യാണം മുടക്കിയത് അവനാണ്. എന്റെ ലക്ഷ്മിയുടെ നിന്റെയൊക്കെ ജീവിതം തല്ലിക്കെടുത്തിയത് അവനാണ്. അവന്റെ പ്രതികാര ബുദ്ധി ഇതിനെല്ലാം കാരണം. കുറെ കാലത്തിന് മുമ്പ് നിന്റെ അമ്മയും ഞാനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. പക്ഷെ അതിന്റെ പേരില് അവന് എന്നോടും ലക്ഷ്മിയോടും ഒക്കെ ചെയ്ത ചതിയത് നിന്റെ വിവാഹം മുടക്കല് എന്ന് പറയുവാണ്. അത് കേട്ടപ്പം സേതുവിന് സഹിച്ചില്ല. അങ്ങനെ മയൂരി കോള് കട്ട് ചെയ്തു. സേതുവിനറിയാം അത് നിയമപരമായിട്ട് കല്യാണം ആയിരുന്നില്ല. നിയമപരമായിട്ട് ശരിക്കും ലക്ഷ്മിയമ്മ കല്യാണം കഴിച്ചത് മാധവമേനയാണല്ലോ. പക്ഷെ അല്ലാതൊരു താലികെട്ട് അവര് തമ്മിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. വേണുഗോപാലും ലക്ഷ്മിയും തമ്മില് ആ ഒരു വിവാഹത്തിന്റെ കാര്യമാണ് വേണുഗോപാൽ ഉദ്ദേശിച്ച പോലും. അമ്മ നിർബന്ധിച്ചുകൊണ്ടാണ് വേണുഗോപാൽ എന്ന ലക്ഷ്മിയമ്മയുടെ കഴുത്തിൽ താലി ആർത്തിയത്. പക്ഷേങ്കില് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മയൂരിക്ക് ഒട്ടും സഹിച്ചില്ല. മയൂരി പറഞ്ഞു, ഇപ്പൊ സമാധാനമായല്ലോ, എന്റെ പപ്പയുടെ നാവിൽ നിന്നല്ലേ കേട്ടില്ലേ സേതുവേട്ടൻ? സേതുവേട്ട, ഈ ചതി ഒരിക്കലും എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല. എന്റെ അമ്മ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? എന്റെ പപ്പ അമ്മയെ അവഗണിക്കുന്ന സമയത്ത് കാര്യം എന്താന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലാവുന്നേ. അത് കേട്ടപ്പോ പൂർണ്ണം പറഞ്ഞു, മോളെ ഇതൊന്നും ശരിയല്ല, ഇതിനകത്ത് വേറെന്തൊക്കെയുണ്ട്. വേണ്ട പൂർണ്ണാമ്മേ, ഇനി മാന്റെ കൂടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സേതു പറഞ്ഞു, ഓഹോ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം, ഞാനും മേലെടുത്തേക്ക് വരുന്നുണ്ട്. നീ മേലെടുത്തേക്കല്ലേ? എനിക്കറിയണം, എനിക്ക് നിന്റെ പപ്പാടെ മുഖത്തുനിന്ന് തന്നെ ആ ഒരു സത്യം അറിയാൻ കഴിയണം. എനിക്ക് നേരിട്ട് തന്നെ ചോദിക്കണം, നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അല്ല ഞാൻ എപ്പോഴാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേന്ന് അതറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, വേണോ സേതുവേട്ടാ? വേണം പല്ലവി, എനിക്കിത് അറിയാതെ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ സേതുമാധവൻ അകത്തേക്ക് കയറിപ്പോയിട്ട് ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ.
അങ്ങനെ അകത്തേക്ക് പോയിട്ട് അവിടെ ഇരുന്നൊരു കത്തിയൊക്കെ എടുത്തു. അതൊക്കെ എടുത്ത് എളിയത്തിരികെ ഇന്ന് അയാളുടെ കാര്യം കഴിക്കും താനും. ഇതുവരെയായിട്ട് താൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഒരിക്കലും അങ്ങനെ ഒരു മഹാപാപം ചെയ്യില്ല. തന്റെ അമ്മയുടെ ജീവിതം തല്ലിക്കെടുത്താനായിരുന്നെങ്കിൽ തനിക്കത് എന്തേ ആവായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും താൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യം തനിക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് ഇങ്ങനെയൊക്കെ വന്ന് കള്ളക്കഥകൾ മെനയായിട്ട് അയാൾക്ക് എങ്ങനെ സാധിക്കുന്നു? ഇതങ്ങനെ വെറുതെ വിട്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സേതു പോകാനായിട്ട് റെഡി ആയിട്ട് വരുവാണ്. അങ്ങനെ മയൂരിയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് പള്ളി പറഞ്ഞു, ഞാനും കൂടെ വരാന്ന് പറയണം. വേണ്ട, നീ വരണ്ട. നീ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്മയുടെ കൂടെ ആരാ ഉള്ളത്? പൊന്നാമ തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ പോയിക്കൊള്ളാന്ന് പറയണം. കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ മയൂരിയോടൊപ്പം സേതും കൂടെ പോവാണ്. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കുക. ഋതു ശ്രീഹരിയും പുറത്തുണ്ട്. പിന്നീട് പൂർണ്ണാമ്മ ശ്രീഹരിയെ വിളിക്കുകയാണ്. ശ്രീഹരിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി ശ്രീഹരി കാര്യങ്ങള്? ഒന്നും ആയില്ല, ഡോക്ടർ ചെക്കപ്പ് ചെയ്തോണ്ടിരിക്കുവാന്ന് പറയണം. അതെ, എന്തെങ്കിലും അറിഞ്ഞ് പെട്ടെന്ന് തന്നെ വിളിക്കണം കേട്ടോ എന്നൊക്കെ പൂർണ്ണിമ പറഞ്ഞു. പൂർണ്ണിമയ്ക്ക് ആ ഒരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. അച്ഛന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലവേദനയും തലകർക്കമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്താ ഏതാണെന്നും അറിയത്തില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശ്രീഹരിയും ഋതുവും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്. അതേസമയം ഇന്ദ്രൻ ആകെപ്പാടെ പെട്ടുപോയി. ഇന്ദ്രൻ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും കൂടെ അടിച്ചിറങ്ങിയ താനി എങ്ങോട്ട് പോകും എന്നൊരു ചിന്തയായിരുന്നു ഇന്ദ്രന്റെ മനസ്സ് നിറയും. തന്റെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പൊളിഞ്ഞു. ഇനിയിപ്പൊ എങ്ങോട്ട് പോണെന്നറിയില്ല. അങ്ങനെ ഒടുവിൽ ഇന്ദ്രൻ അവിടെ നിറങ്ങി നേരെ പ്രതാപനെ പോയി കാണുവാണ്. പ്രതാപനോട് കാര്യങ്ങളൊക്കെ പറയണം. എടാ, എനിക്ക് ആ വീട്ടിലേക്ക് കയറി പോകാനും പറ്റില്ല. ആ ഋതുവിന്റെ ഒക്കെ എനിക്ക് അവളുടെ ഒക്കെ മുഖം കാണുന്ന പോലും ഇഷ്ടമില്ല. എന്ത് ചെയ്യാനാ? കാരണം പൊന്നുമടത്തിലല്ലേ പല്ലവി ഇങ്ങോട്ട് തിരികെ വന്നെന്നുള്ള കാര്യം ഇന്ദ്രൻ അറിയത്തില്ലല്ലോ. ഇങ്ങോട്ട് തിരികെ വന്നെന്നറിഞ്ഞ സേതുന്റെ അടുത്തേക്ക് വന്നെന്നറിഞ്ഞ ഉറപ്പായിട്ടും ഇന്ദ്രൻ വരും. കാരണം പല്ലവി എവിടെയാണോ ആ ഒരു ചുറ്റുപാട് ജീവിക്കാനായിട്ടാണ് ഇന്ദ്രന് താല്പര്യം. പിന്നീട് പറഞ്ഞു, ആ ഒരു വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു കൊള്ളാം. ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെന്ന അവിടെ തന്നെ അമ്മ അടിച്ചിറക്കിന്ന് പറയണ. ഇത് കേട്ടപ്പോ പ്രതാപം പറഞ്ഞു, ഒരു കാര്യം ചെയ്തിര, നീ തലക്കാലത്തേക്ക് വേറൊരു വീട് മാറാൻ പറഞ്ഞു. വീട് മാറണ്ട. ഞാനോ? അങ്ങനെയൊന്നും ഈ ഇന്ദ്രൻ പെട്ടെന്നൊന്നും വീട് മാറില്ല പ്രതാപ. ഇപ്പോഴെന്താണെങ്കിലും കളിയൊന്നും നന്നായിട്ട് കൊഴുക്കുവാണ്. കാര്യത്തിനൊക്കെ ഏകദേശം ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞു. ആ ഋതു പൂർണിമയൊക്കെ കടന്ന് നന്നായിട്ട് ഉഷ്ണിക്കുന്ന എനിക്കൊന്ന് കാണണം. അതിനു വേണ്ടിയിട്ടല്ല ഞാൻ ഈ കളികളൊക്കെ കളിച്ചേ. പിന്നെ ആ സേതുമാധവനൊക്കെ നല്ലൊരു അടി തന്നെ കിട്ടിയിരിക്കണെന്ന് പറഞ്ഞു. പ്രതാപം പറഞ്ഞു, അതൊക്കെ ശരി തന്നെ. പക്ഷേങ്കിൽ അറിയാലോ, അതും കൊണ്ടൊന്ന് സേതു തളരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, തളരുവോ ഇല്ലയോ, അവനിട്ടുള്ള പണി എന്താണെങ്കിലും ആ ലക്ഷ്മി കൊടുക്കും. അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാന്ന് പറഞ്ഞു. ഇന്ദ്രൻ ആ കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു. ലക്ഷ്മി അമ്മ ഒരിക്കലും സേതുവിനെ അടുപ്പിക്കലെന്ന് മനസ്സിലായി. താനാണ് സേതുവായിട്ടും വേഷം മാറി വേണുഗോപാലിന്റെ അടുത്തേക്ക് ചെന്നുള്ള കാര്യം അറിയാത്രത്തോളം കാലം തനിക്ക് രക്ഷയാണ്. ഇനിയിപ്പോ അത് അറിയാനും പോകുന്നില്ല. ആ ഒരു ആത്മവിശ്വാസമൊക്കെ ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് സേതുവും മയൂരിയും കൂടെ മേലെടുത്ത് വീട്ടിലേക്ക് വരുക. ആ സമയത്ത് വേണുഗോപാലിന് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു, വരൂ എന്നുള്ള കാര്യങ്ങൾ. കാരണം ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോ സേതു പറയുന്നത് വേണുഗോപാൽ കേൾക്കുകയും ചെയ്താ. എങ്കിലും അയാൾ ഇന്ന് കണ്ടിട്ടുള്ളൂ. അയാളുടെ മുഖത്ത് നോക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതെന്ന്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ വേണുഗോപാൽ എന്ത് ചെയ്തു? പോയി തന്റെ പിസ്റ്റളൊക്കെ എടുത്തു. പിസ്റ്റളൊക്കെ അങ്ങനെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അത് കണ്ടുകൊണ്ടാണ് ശൈലജ അങ്ങോട്ടേക്ക് വരുന്നത്. ശൈലജ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ശൈലജ ചോദിച്ചു, എന്താ വേണുവേട്ടാ, എന്തായി കാണിക്കണം എന്നൊക്കെ ചോദിച്ചു. അവനിങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ആ സേതുമാധവൻ. അവനെ ഞാൻ വെറുതെ വിടത്തില്ല. ഇന്നത്തോടുകൂടി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശൈലജ പറഞ്ഞു, വേണ്ട വേണുവേട്ടാ, ഒരു പ്രശ്നത്തിന് നമ്മളായിട്ട് പോകണ്ടെന്ന് പറയണം. പോവണ്ടാന്നോ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവനെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ വേണുഗോപാലിന്റെ മുറ്റത്ത് വന്ന് കളിച്ചിട്ടുണ്ടെങ്കിലേ അവൻ പിന്നെ ജീവനോടെ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് വേണുഗോപാൽ സേതുവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാർ വന്ന് നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാലിന് അകത്തുനിന്ന് പുറത്തേക്കും കൂടെ ഇറങ്ങി വരികയാണ്. ആ സമയത്ത് ആദ്യം സേതുവാണ് കാറിനകത്ത് നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് മയൂരി. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോ വേണുഗോപാലിന് ആരാ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് മയൂരി അങ്ങോട്ട് കയറി വരുക. ആ സമയത്ത് വേണുഗോപാൽ ചോദിച്ചു, അല്ല മോളെ ഇതാരാന്ന് ചോദിക്കണം. അപ്പോഴേക്കും മയൂരി പറഞ്ഞു, അല്ല പപ്പായ്ക്ക് ആളെ മനസ്സിലായില്ലേന്ന് ചോദിച്ചു. അത്രോ സമയം വലിയ തോക്കൊക്കെ ഉന്നം പിടിച്ച് വന്ന ആളാ. പക്ഷെ എങ്കിലും ഒരു നിമിഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ല എനിക്ക് മനസ്സിലായില്ലെന്ന് പറയണം. ഇതാണ് സേതുവേട്ടനെന്ന് പറയണ. സേതുവോ? ഇത് സേതുവോ? ദേ മോളെ ഇതല്ല സേതു എന്ന് പറയണ. പപ്പ എന്തൊക്കെയാ പറയണേ? ഇതാണ് സേതുമാധവൻ, പൊന്നുമടത്തിലെ ലക്ഷ്മി അമ്മയുടെ എന്റെ അമ്മയുടെ മോൻ സേതുമാധവൻ ഇതാന്ന് പറയണ. ആ സമയത്ത് സേതുമാധവൻ അങ്ങോട്ട് കയറി ചെന്നു. സേതു എന്നിട്ട് ചോദിച്ചു, അല്ല സത്യം പറ, ഞാൻ എപ്പോഴാ നിങ്ങളുടെ ജീവിതം തല്ലിക്കെടുത്തിയത്? മയൂരിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ശ്രീകാന്തിനോട്
ഞാൻ ചെന്ന് എന്തൊക്കെയോ പറഞ്ഞെന്നാണല്ലോ നിങ്ങൾ പറയണേ. ഞാൻ എപ്പോഴാ നിങ്ങളുടെ അടുത്തേക്ക് വന്നേന്നൊക്കെ ചോദിക്കണം. ഒരു നിമിഷം അയാൾ ഞെട്ടിപ്പോയി. അയാൾ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് വേണുഗോപാൽ പറഞ്ഞു, അതിന് എനിക്ക് നിന്നെ അറിയത്തില്ല, നീ അല്ല പൊന്നുമടത്തിലെ സേതുമാധവൻ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതു പറഞ്ഞു, പൊന്നുമടത്തിലെ മാധവൻ ഒരു മകനേ ഉള്ളൂ, അത് ഞാനാന്ന് പറയണം. ആ സമയം മയൂരി പറഞ്ഞു, ഇതാ അച്ഛാ സേതുവേട്ടനെന്ന് പറയണം. ഇവനോ? എനിക്കിവനെ അറിയത്തില്ല മോളെന്ന് പറയണം. അപ്പോഴച്ഛനല്ലേ പറഞ്ഞത് നമ്മുടെ ജീവിതമൊക്കെ തല്ലിക്കെടുത്തിയത് സേതുവേണ്ണാന്ന്. അച്ഛന് പിന്നെ അറിയത്തില്ലെങ്കിൽ എങ്ങനെയാന്ന് ചോദിക്കണം. അപ്പോഴേക്കും സേതുവിന് ഏകദേശം കാര്യം മനസ്സിലായി. ഇതിനകത്ത് എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്. ആ സമയത്ത് വേണുഗോപാൽ പറഞ്ഞു, എന്തായാലും നിങ്ങൾ അകത്തേക്ക് കയറുക, അകത്തിരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അകത്തേക്ക് കഴിഞ്ഞപ്പോ വേണുഗോപാൽ പറഞ്ഞു, എന്റെ മുന്നിലേക്ക് വന്ന സേതുമാധവൻ ഇതല്ല, വേറൊരാളാന്ന് പറയണം. സേതു പറഞ്ഞു, ഞാൻ എന്താണല്ലോ ഒരാൾ മാത്രമേ ഉള്ളൂ. ആ സമയം ശൈലജ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചതി നടന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയണം. അങ്ങനെ അവർ സംസാരിക്കണ സമയത്ത് സേതു വേണുഗോപാലിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആരാ എന്താ ഏതാ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ. അപ്പോഴും ശ്രീകാന്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അതുമാത്രല്ല, കല്യാണം മുടക്കാനായിട്ട് സേതുമാധവനെ വന്നെന്നുള്ള കാര്യം പ്രത്യേകം പറയുകയും ചെയ്തു. അതിനുശേഷം 1-2 വട്ടം സേതുമാധവനാന്ന് പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്നത് ഒരുത്തനാണ്. അവൻ എനിക്ക് ശരിക്കും അറിയാം, അവന്റെ മുഖം എന്റെ മനസ്സിൽ ഓർമ്മയുണ്ടെന്ന് പറയണം. പക്ഷെ അത് നിങ്ങളല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മയൂരി, ഞാൻ ഒരിക്കലും അങ്ങനെ തെറ്റി ചെയ്തിട്ടില്ല. നിന്റെ വിവാഹം മുടക്കാനായിട്ട് എനിക്ക് പറ്റുമോ? മയൂരിക്ക് ആകെപ്പാട് ടെൻഷനായി. മയൂരി ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ വിവാഹം സേതുവേട്ടൻ മുടക്കി തന്റെ അമ്മയുടെ ഒക്കെ ജീവിതം തകർത്തുന്ന ഒരു ചിന്തയായിരുന്നു മയൂരിയുടെ മനസ്സിൽ. പിന്നീട് സേതു ചോദിച്ചു, അല്ല എനിക്കൊരു സംശയമുണ്ട്, ഈ വന്ന ആളെ ഇനി കണ്ടിട്ടുണ്ട് അറിയാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും അറിയാന്ന് പറയണം. അങ്ങനെ ആയപ്പോ സേതുവിന്റെ സംശയം. പിന്നീട് സേതു തന്റെ ഫോണിനകത്ത് നിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. ഇനി ഇവനെങ്ങാനും ആണോ പണി വെട്ടിച്ചെന്ന്. ഒടുവിൽ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോ വേണുഗോപാല തിരിച്ചറിയുകയാണ്, ദേ ഇവൻ തന്നെയാണ് സേതുമാധവന്, ഇവനാണ് എന്റെ മുന്നിലേക്ക് വന്നേന്ന് പറഞ്ഞു. ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി, എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. അപ്പൊ ഇവൻ ഇന്ദ്രനാണ് എല്ലാ പണികളും അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇവൻ കാരണമാണ് ഇപ്പൊ ഈ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ പെരുവഴിയിലായി നിൽക്കുന്നത്. അങ്ങനെയാണ് വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ. സേതു പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ് വേണുഗോപാലിനോട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.